ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഫ്യൂസിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ്. ഇതിനു മുമ്പ് നമ്മൾ ഫ്യൂസിയൻ്റെ കോംബോ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും തന്നെ ഒത്തിരി പേര് എൻക്വയറി ചെയ്തു, ഒത്തിരി പേര് വാങ്ങുകയും ചെയ്തു. എൻക്വയറി ചെയ്തവർക്കൊന്നും പിന്നെ പ്ലാന്റ്സ് കിട്ടാണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരുന്നു നമുക്ക് ഫ്യൂസിയ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ നമ്മൾ വീണ്ടും കോംബോ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തവണ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ ഫ്യൂസിയ പ്ലാന്റ്സ് ഇതുപോലെ ജിമിക്കി കമ്മൽ പോലെ ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുക. തണുപ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഫ്യൂസിയ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് നല്ല തണലത്ത് തന്നെ നട്ടുവെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പോട്ടി മിക്സ് ആയിട്ട് നല്ല ബയോ കമ്പോസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് കൊടുത്താൽ നന്നായിട്ട് ഫ്ലവേഴ്സ് തരും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വെറൈറ്റീസിലുള്ള പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. അപ്പോൾ ഓരോ വെറൈറ്റീൻ്റെ ലീഫൊക്കെ നോക്കിയാൽ അറിയാം, നല്ല ഡിഫറൻസ് ഉണ്ടാവും ഇതിൻ്റെ ഇലകൾക്കൊക്കെ കേട്ടോ. ഓരോ വെറൈറ്റീൻ്റെ ഇലകൾക്കും നിറത്തിലും ഷേപ്പിലും ഒക്കെ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഇത്തവണ തരാൻ പോകുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസാണ് കേട്ടോ. അപ്പോൾ മിക്കതിൽ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഫ്ലവർ ഉള്ള പ്ലാന്റ് തന്നെ തരുമെന്ന് നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ആ സമയമാകുമ്പോഴത്തേക്കൊക്കെ ഫ്ലവർ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇതുപോലത്തെ ഒരു ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് ഈ ഫ്യൂസിയ വെറൈറ്റീസ്. അപ്പോൾ എപ്പോഴും തണലുള്ള സ്ഥലത്ത്, തണുപ്പ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഇത് പ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പം വെറൈറ്റി ഫ്യൂസിയ പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് 430 രൂപയാണ്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് എല്ലാം കണ്ടല്ലോ അല്ലേ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്ലവേഴ്സ് ആകാനായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത്. ചിലതൊരു ഫ്ലവർ ആയിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് തരുന്ന പ്ലാന്റ്സിന് വിത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് നമുക്ക് ഒരിക്കലും കൺഫേം പറയാൻ പറ്റില്ല. കാരണം ചില പ്ലാന്റ്സിൽ ഫ്ലവേഴ്സ് ആയി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫ്യൂസിയൻ്റെ കോംബോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തത് മഡഗാസ്കർ ജാസ്മിൻ അഥവാ സ്റ്റെഫാനോട്ടിക്സ് എന്നറിയപ്പെടുന്ന ഒരു സുന്ദരി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് ഷേപ്പിലോ ഏതെങ്കിലും ഷേപ്പിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റാണ്. ഇതൊക്കെ കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഇത് വളർത്താൻ പറ്റും. നല്ല സ്മെല്ല് തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈക്കൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇതിൻ്റെ വലിയ തൈക്ക് പറയാണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ഓഫർ സെയിലായിട്ട് ഈ മഡഗാസ്കർ ജാസ്മിൻ നൽകുന്നുണ്ട്. 600 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സാണ് നമ്മൾ നൽകുന്നത്. ഇതിനേക്കാളും ചെറിയ പ്ലാന്റ് 550 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മഡഗാസ്കർ ജാസ്മിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ നല്ല കട്ടിയുള്ളതാണ്. നല്ല വെയിലത്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ സൺലൈറ്റൊക്കെ ഡയറക്റ്റ് കിട്ടിയെന്ന് ഓർത്തൊന്നും ഒരു പ്രശ്നവും വരത്തില്ല പ്ലാന്റിന്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൂക്കളുടെ ഭംഗിയും അതുപോലെ തന്നെ ഈ ഇലകളുടെ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ടാണ് ഒത്തിരി പേര് ഈ ഒരു മഡഗാസ്കർ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ക്രീപ്പർ പ്ലാന്റ്സിൽ അഡിക്റ്റായി പോകുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണേ. ഇനി നമുക്ക് വരുന്നത് ഫേണിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ. അപ്പോൾ ഫേൺ വെറൈറ്റീസിൽ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇത് പോം ഫേൺ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ഇതിങ്ങനെ ബുഷായിട്ട് നിൽക്കും കേട്ടോ. ഒരു പോട്ട് മൊത്തത്തിൽ കവർ ചെയ്യുന്ന പോലെ നിൽക്കുന്ന പ്ലാന്റ് ആണ്. പിന്നെ ഈ ഫേൺ വെറൈറ്റീസ് നമുക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അറിയാലോ, കുറേ ദിവസം വെള്ളമില്ലാതെ ഈ പ്ലാന്റ് നന്നായിട്ട് സർവൈവ് ചെയ്യും. ഇത് രണ്ടാമത്തെ പ്ലാന്റ് ആണ്. ഇത് ട്രീ ഫേൺ എന്ന പേരിലാണ് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിങ്ങനെ ബുഷായിട്ട് നിൽക്കും. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇനി മൂന്നാമത്തെ കണ്ടില്ല, നല്ലൊരു കേർലി ലീഫൊക്കെ വരുന്നതായിട്ടുള്ള ഒരു ഫേണാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒത്തിരി വെറൈറ്റീസ് ഫേൺ അടങ്ങുന്ന ഒരു കോംബോ ഓഫറാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ നൽകുന്നുണ്ട്. എല്ലാം ജിഫി ബാഗിൽ നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും തരുന്നത്. ഇതിൽ നിന്ന് പെട്ടെന്ന് ഒത്തിരി തൈകൾ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് ഗോൾഡൻ ഫേൺ ആണ്. അപ്പോൾ ഗോൾഡൻ ഫേണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫെല്ലാം നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വരും കേട്ടോ. ഗോൾഡൻ കളേഴ്സിൽ വെരിഗേറ്റഡ് വരുന്ന ഫേണും നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഫേൺ നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഫേണാണ് കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് ഈ ഒരു ഫേണിൻ്റെ ലീഫ് നല്ല ഭംഗിയുള്ള ഒരു സ്ട്രക്ചറാണ് വന്നേക്കുന്നത്. നല്ല ഡിസൈനാണ് എൻ്റെ ലീഫ് കാണാൻ വേണ്ടിയിട്ടോ. സൈഡിൽ കൂടി ചെറിയൊരു വൈറ്റ് ഡോട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഭംഗിയുള്ള ഒരു ഫേൺ വെറൈറ്റീസ് ആണ്. പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു കോട്ടൺ കാൻഡിമാൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ഫേണാണ് കേട്ടോ. ഈ ഫേണുകളിൽ ഏറ്റവും കുഞ്ഞ് ഇലകൾ വരുന്ന ഈ ഒരു വെറൈറ്റി ഫേണാണ്. അപ്പോൾ എല്ലാ പ്ലാന്റ്സും നല്ല ജിഫി ബാഗിൽ നട്ടിട്ടുള്ള നല്ലപോലെ വേര് പിടിച്ചിട്ടുള്ള നല്ല കരുത്തുള്ള തൈകളായിരിക്കും തരുന്നത് കേട്ടോ. അപ്പോൾ ഫേൺ വെറൈറ്റീസ് നമ്മൾ ചെടികളൊക്കെ ആദ്യമായിട്ട് വളർത്താൻ തുടങ്ങുന്നവർക്കൊക്കെ നന്നായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. കാരണം പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും വേണ്ട. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 6 വെറൈറ്റി ഫേണാണ് വരുന്നത്. 6 വെറൈറ്റിക്കും കൂടി 420 രൂപയാണ് റേറ്റ് വരുന്നത്.
അടുത്തത് കലാഡിയം പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ്. ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം ഈ കോംബോയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. നല്ല പിങ്കും അതുപോലെ തന്നെ നല്ലൊരു യെല്ലോ ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ വരുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയും, അതുപോലെ തന്നെ ഡാർക്ക് ചെറിയ റെഡ് കളറിൽ ഗ്രീൻ കളർ കോമ്പിനേഷൻ വരുന്ന വെറൈറ്റി, പിന്നെ അതായത് ഇത് കണ്ടില്ല റെഡിൽ വൈറ്റ് കളർ ലൈൻസ് വരുന്ന വെറൈറ്റി, ഇങ്ങനെ 4 വെറൈറ്റി കലാഡിയത്തിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഭംഗിയില്ലേ. ഇതിങ്ങനെ വലുതാവും തോറും ഇതിൻ്റെ കളർ നല്ല ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പിങ്ക് കളറിലേക്ക് വരുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഓരോ കലാഡിയം വെറൈറ്റി ഓരോ സൈസാണ് വരുന്നത് കേട്ടോ. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത്. പ്ലാന്റിൻ്റെ സൈസാണ് ഇതെല്ലാം. ഇത് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ്, നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നല്ലൊരു യെല്ലോയും റെഡ് കളറും കോമ്പിനേഷൻ വരുന്നത് അതിൻ്റെ തൈകളാണ്. ഇത് ചെറിയ തൈ ആയിരിക്കും, പക്ഷേ പെട്ടെന്ന് ഇത് വളർന്ന് വലുതായി ഒന്നായിട്ട് കാണാൻ പറ്റും. നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ്, അതുകൊണ്ട് തന്നെ അധികം പൊക്കം വെക്കത്തില്ല കേട്ടോ. പിന്നെ ഇതാ റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന കലാഡിയം വെറൈറ്റിയാണ്. ഇതെല്ലാം ജിഫി ബാഗ് നട്ടിട്ടുള്ള പ്ലാന്റ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും കൊടുക്കേണ്ട. ഈ കലാഡിയം വെറൈറ്റീസിലെല്ലാം ചെറിയൊരു ബൾബ് വഴിയായിരിക്കും ഗ്രോത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്ലാന്റ് എന്തെങ്കിലും ഒരു കാരണവശാൽ ഇത് നാശമായി പോയിട്ടുണ്ടെങ്കിൽ, വലുതായതിനു ശേഷം നാശമായി പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബൾബ് വഴി ഗ്രോത്ത് ആയി വരുന്നതായിരിക്കും. പിന്നെ നമ്മളൊരു ഡാർക്ക് റെഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലുള്ള പ്ലാന്റ് കണ്ടല്ലോ, അതിൻ്റെ ചെറിയ തൈയാട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ നല്ലൊരു ഗ്രീൻ കളറായിരിക്കും ഫുള്ള്. പിന്നെ ഇത് വലുതാവും തോറും ഇതിൻ്റെ ലീഫിൽ കളർ ചേഞ്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാത്തിൻ്റെയും ജിഫിയിൽ നട്ടിട്ടുള്ള തൈകളായതിനാൽ എത്രത്തോളം റൂട്ട് സ്പ്രെഡ് ചെയ്തത് നിങ്ങൾക്ക് ജിഫി ബാഗിൻ്റെ പുറമെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ജിഫി ബാഗ് പൊട്ടിക്കാതെ തന്നെ നിങ്ങൾ പ്ലാന്റ് ചെയ്യണം. കാരണം നമ്മൾ ജിഫി ബാഗ് പൊട്ടിക്കുമ്പോൾ ചെറിയ വേരുകളൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ 4 വെറൈറ്റി കലാഡിയത്തിന് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്. കേരളത്തിൽ എവിടെയും നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും. നമുക്ക് 385 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. 4 വെറൈറ്റി കലാഡിയം നിങ്ങൾക്ക് എവിടെ അയച്ചു തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. കേരളത്തിൽ എവിടെയും തരും. 385 രൂപ മാത്രമേ ആവുന്നുള്ളൂ. ഇനി ക്ലിയോഡെൻഡ്രം വെറൈറ്റീൻ്റെ ഒരു അടിപൊളി ഓഫറാണ് കേട്ടോ. ക്ലിയോഡെൻഡ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണിക്കൊന്നയായിട്ട് നല്ല സാദൃശ്യം വരുന്ന പ്ലാന്റാണ്. വെള്ള പൂക്കളായിരിക്കും, കുഞ്ഞു പൂക്കളായിരിക്കും വരുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ ഈ ഒരു പ്ലാന്റ് കാണാൻ വേണ്ടി. നമുക്ക് ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ ക്ലിയോഡെൻഡ്രം. പ്രത്യേകിച്ച് ഒരു പരിചരണവും വേണ്ട, ഇതിൻ്റെ നല്ല കട്ടിങ്സ് എടുത്ത് തൈകളാക്കാൻ പറ്റും. അപ്പോൾ ക്ലിയോഡെൻഡ്രത്തിൻ്റെ അതേ പൂക്കളായി തുടങ്ങിയ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിൽ വിത്ത് ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വിത്ത് പോട്ട് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ഭംഗിയാണെന്ന് കണ്ടില്ലേ. ഒരു ചെടിയിൽ തന്നെ ഒത്തിരി പൂങ്കുലകളാണ് നിൽക്കുന്നത്. ഒരു ചെടി തന്നെ മിനിമം ഒരു 4-5 പൂങ്കുലകളെങ്കിലും ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ ഒരുപാട് പൂക്കളായി നിൽക്കുമ്പോൾ പറഞ്ഞറിയിക്കാനും പറ്റാത്ത അത്ര ഭംഗിയായിരിക്കും. അപ്പോൾ ഇതേ സൈസുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് റേറ്റ് വരുന്നത് 280 രൂപയാണ് കേട്ടോ. അപ്പോൾ 280 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പോട്ടടക്കമുള്ള ചെടികൾ സ്വന്തമാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ തൈകളാണ് വേണ്ടെങ്കിൽ ഈ ഒരു സൈസിൽ വരുന്ന നല്ല തൈകളുണ്ട് കേട്ടോ. ഇത് നമുക്ക് ക്യാമറ കാണിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് വലിയ തൈകളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഇത്ര ഹൈറ്റുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. ഇനി ഇതിൻ്റെ ചെറുതും ഉണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഫ്യൂസിയ, കലാഡിയം, അതുപോലെ തന്നെ മഡഗാസ്കർ ജാസ്മിൻ, ക്ലിയോഡെൻഡ്രം, ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പർ കോൺടാക്ട് ചെയ്ത് ഓർഡർ കൺഫേം ആക്കിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.